കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് ഇപ്പോഴും പുക ഉയരുകയാണ്. തീ അണയ്ക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ്. ഇതിനിടെ മന്ത്രിമാരായ പി രാജീവും എം.ബി. രാജേഷും അല്പസമയത്തിനകം ബ്രഹ്മപുരത്തേക്ക് എത്തും. സുബി വിശ്വനാഥൻ ചേരുന്നുണ്ട് ബ്രഹ്മപുരത്ത് നിന്ന്. സുബി, എപ്പോഴാണ് മന്ത്രിമാരെത്തുന്നത്? എന്താണ് നിലവിൽ ബ്രഹ്മപുരത്തെ സാഹചര്യം? ധന്യ, പുക ശമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തുടരുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങൾക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. ആ തീ അണയ്ക്കാനുള്ള പരിശ്രമങ്ങൾ ഹിറ്റാച്ചി ഉപയോഗിച്ചും ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ചുമുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. 70% പുക മാറി എന്നാണ്, അണയ്ക്കാൻ സാധിച്ചു എന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത്. എങ്കിൽ കൂടിയും നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പുക ഉള്ള ഒരു സാഹചര്യം ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്ത് ഈ മാലിന്യ പ്ലാന്റിന്റെ ഈ വശത്തെല്ലാം തീ അണച്ചുവെങ്കിലും ആ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നത് നമുക്ക് കാണാം. ഈ പുകയാണ് നഗരപ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. പാലാരിവട്ടം, അതുപോലെ ഇടപ്പള്ളി, കടവന്ത്ര, വൈറ്റില, കുണ്ടന്നൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് ഈ പുകയാണ് എത്തുന്നത്. ഇന്ന് രാവിലെയും ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള പുകശല്യം ഉണ്ടായിരുന്നു. ഒപ്പം ഈ പ്രദേശത്തുകാരെ, ബ്രഹ്മപുരം പ്രദേശത്തുകാർ കഴിഞ്ഞ ഒരാഴ്ചക്കപ്പുറമായി 10 ദിവസത്തോളമായി ഈ വലിയൊരു പുകശല്യം അനുഭവിച്ചു വരികയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേർ ഇവിടെ ഉണ്ട്. പലരും ആശുപത്രികളിൽ അഭയം തേടിയിട്ടുണ്ട്. 164ഓളം പേർ ഇതുവരെ ചികിത്സ തേടിയതായിട്ടാണ് ഔദ്യോഗിക വിവരം. എന്നാൽ അനൌദ്യോഗികമായ കണക്കുകൾ ഇതിലും കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇവിടെ ദുർഗന്ധം വലിയ തോതിലാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ പോലും ആ ഒരു ദുർഗന്ധം വലിയ തോതിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഏതാണ്ട് ഈ പുക ശമിപ്പിക്കാൻ കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വരും ദിവസങ്ങളിലും ഈ ശ്രമം തുടരും എന്നാണ് പറയുന്നത്. ഏതായാലും അതിനിടയിലാണ് മന്ത്രിമാരായ പി രാജീവും എം.ബി. രാജേഷും ഇവിടെ സ്ഥലം സന്ദർശിക്കാൻ എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ അവർ ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ മന്ത്രി വീണ ജോർജും അതുപോലെ പി രാജീവും എത്തിയിരുന്നുവെങ്കിലും അവർ ഈ മാലിന്യ പ്ലാന്റിലേക്ക് ഒന്ന് വരികയോ എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്ന് നേരിട്ട് മനസ്സിലാക്കുകയോ ചെയ്തില്ല എന്നൊരു വിമർശനം ഇവർക്കെതിരെ ഉണ്ടായിരുന്നു. ആ ഒരു വിമർശനത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇരുവരും ഇവിടേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവർ എത്തി ഈ സ്ഥലം പരിശോധിച്ച് സന്ദർശിച്ചതിന് ശേഷം ഉദ്യോഗസ്ഥരുമായി ഒരു മീറ്റിംഗ് ഉണ്ട്. ആ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും കൊച്ചി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പുക മാലിന്യത്തിൽ നിന്ന് ഇനിയും രക്ഷ നേടിയിട്ടില്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. 10 ദിവസത്തോടടുക്കുമ്പോൾ പോലും ഈ പുക പൂർണ്ണമായും അണയ്ക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഈ കൊച്ചിയുടെ ആകാശത്ത് പുകച്ചുരുളുകളുണ്ട്. ഒപ്പം ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് പുക മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ധന്യ, നന്ദി സുബി. ന്യൂസ് റൂമിലായി തുടരും ഇടവേളയ്ക്ക് ശേഷം.